അയ്യോ, കയ്യും വയ്യ, സ്ക്രൂ കഴിക്കാനും വയ്യ. അച്ഛാ, അച്ഛാ, ഇതെന്ത് കാട്ടുവാ? മക്കളെ, ഇതാണ് ആത്മാർത്ഥത, ജോലിയോടുള്ള ആത്മാർത്ഥത. ഉള്ള പല്ലും കൂടെ കളണ്ട അവിടെ അടങ്ങിയിരി. ഓ, എന്തൊരു നാക്ക്! ഏമേ, അറിഞ്ഞു തന്നെ കൊടുത്തത്. അയ്യോ 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 നീലു, അയ്യോ 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 അയ്യോ. എന്തുപറ്റി? എന്താ പന്തെടുത്തെറിഞ്ഞെന്ന് എന്റെ കൈ പോയി. എടി, എന്റെ വീട്ടിൽ കൊണ്ടാക്കടി, എന്റെ വീട്ടിൽ കൊണ്ടാക്ക്. നോക്കട്ടെ, ആരെറിഞ്ഞ പന്ത്? അമ്മ ചോടിച്ചിറങ്ങി. നോക്കട്ടെ, കുഴപ്പമില്ല, അറിയാതെ പറ്റിയതല്ലേ ബാലു. അയ്യോ, എടാ, നിനക്ക് കളിക്കാൻ ഈ സ്ഥലം കണ്ടോളടാ. അയ്യോ, അലീന ഫ്രാൻസിസിന്റെ അമ്മയാ, വിളിക്കാൻ മറന്നുപോയി. ഹലോ, ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. ഇന്ന് സൺഡേ അല്ലേ, എവിടെയും പോകണ്ട. കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക. ഞാനിവിടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ്. അക്കൗണ്ട്സ് നോക്കുന്നുണ്ട്. അതെ, ശിവ അവിടെ കളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് അപ്പുറത്ത്. പറഞ്ഞായിരുന്നു, രണ്ടുപേരും തമ്മിൽ ഭയങ്കര വഴക്കാ. കേശുവിന് കുഴപ്പമില്ല, കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് അവളെ. എവിടെ? തൃശ്ശൂർ എവിടെയാ? ഓ ഹോ ഹോ ഹോ. ഒരു ദിവസം കൊണ്ട് വാ എല്ലാവരും കൂടെ. ഞങ്ങൾ വരാം. ഓക്കെ, ശരി ശരി ശരി, വിളിക്കാം. ദയവേത് അവരെങ്ങോട്ട് വിളിപ്പിക്കരുത്, ശിവ പ്രശ്നം ഉണ്ടാക്കും, പറഞ്ഞേക്കാം. ഒന്ന് പോവാലോ, അവർക്കറിയാം പിള്ളേർ തമ്മിലുള്ള വഴക്കും കേശുവിന് അവരുടെ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണെന്നും ഒക്കെ അറിയാം. കേശുവിന് ലവ് ആണെന്ന് അവർക്കറിയാമോ? പോവാലോ, ലവ് പിള്ളേർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല, ചുമ്മാ പറഞ്ഞുണ്ടാക്കില്ല ആവശ്യമില്ലാത്തത്. ഇത് കലികാലമാണ്, കലികാലം കലികാലം. അയ്യോ അയ്യോ, എല്ലാവരും കൂടെ കൊല്ലടി, കൊല്ല്. സോറി സോറി സോറി. എന്റെ അമ്മോ, തൊടാൻ കാത്തിരിക്കാണ്. ഒന്നും സംഭവിച്ചൊന്നും ഇല്ലല്ലോ, പിന്നെന്താ? തൊലി പോയിട്ടുണ്ട് അവിടുന്ന്. സംഭവിക്കണമല്ലേ അപ്പൊ നിനക്ക്? അതല്ലേ, നീ തൊലി പോയ ഇവിടെ നോക്കി. തൊലിയല്ല, പോടി പോ. അമ്മ, മേഴ്സി ഫ്രാൻസിസ് അങ്ങനത്തെ ഒരു കൂട്ടുകാരി അമ്മയ്ക്കുള്ളതായിട്ട് അലീന ഫ്രാൻസിസിന്റെ അമ്മയോ? ഞാനോ? ഞാൻ കേശവ് ബാലചന്ദ്രന്റെ ചേച്ചി ലക്ഷ്മി. അത് ശരി, അച്ഛനെ ബോൾ എറിഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണല്ലേ? ഒന്നും കഴിക്കണില്ലേ മോള്? മോള് കഴിച്ചാളാ. അതെന്തു പറ്റി സംസാരത്തിലൊക്കെ ഒരു മാറ്റം? ഇവിടെ എല്ലാവർക്കും ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് മാറ്റം? അമ്മയുടെ ഫ്രണ്ടിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഏത് ഫ്രണ്ട്? ഫോൺ വിളിച്ചതോ? അത് അമ്മയുടെ കൂട്ടുകാരി സുഷമ ആന്റി. സുഷമ ആന്റിന്റെ അനിയത്തിന്റെ കല്യാണമാണ്, നമുക്ക് ഒന്നിച്ചു പോവാട്ടാ. ഞാൻ വരുന്നില്ല. അച്ഛൻ പറയുമ്പോൾ തന്നെ വിളിക്കാത്ത കല്യാണത്തിന് എന്താ നമ്മൾ പോകുന്നത്? അച്ഛൻ ആവശ്യമില്ലാത്തൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കാ കൊച്ചിനെ, പിന്നെ എങ്ങനെയാ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ശരി. ഈശ്വര, കാന്താരി അറിഞ്ഞെന്നാ തോന്നണേ. മിക്കവാറും ഒരു യുദ്ധം നടക്കും. അവർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട്, അലീന ഫ്രാൻസിസിനും അമ്മയ്ക്കും. പക്ഷെ വന്നാൽ ചേച്ചി, നീ അവര് വരുന്ന ദിവസമേ ശിവൻകുട്ടി എങ്ങോട്ടെങ്കിലും പോ. എന്തായാലും ഇനി സ്കൂളിൽ വെച്ച് സംസാരിക്കുക എന്നുള്ളത് പറ്റത്തില്ല. ശിവ കയറി ഉടക്കും. എടാ, ഞാനും അവരോട് ഫോണിൽ സംസാരിക്കട്ടെ. പിന്നെന്താ? പക്ഷേ ഒരു കാരണവശാലും ശിവ അറിയില്ല. ഇല്ല, അറിയില്ല. പിന്നെ ഞാൻ ചതിക്കൂ? ഞാൻ ചതിക്കില്ല, പക്ഷെ നീയും എന്നെ ഒരു കാര്യത്തിൽ ചതിക്കരുത്. ഓക്കെ? ഓക്കെ. പിന്നെ അവര് വരുന്ന ദിവസം ശിവനെ മാറ്റി നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ശിവനെ വീണ്ടും ബാംഗ്ലൂർക്ക് കൊണ്ടുപോകും. ഓക്കെ? ഓക്കെ. എന്താണ് ചേച്ചിയും അനിയനും കൂടി ഒരു ഗൂഢാലോചന? അല്ല, നമ്മള് ബാംഗ്ലൂര് ചേച്ചി അടുത്ത് പോവുമല്ലോ, ആദ്യം ശിവനെ മാറ്റി നിർത്തും, അത് കഴിഞ്ഞിട്ട് ശിവയും കുട്ടുമാവനും കൂടെ അങ്ങോട്ട് വരും. കൊള്ളാം കൊള്ളാം കൊള്ളാം, നല്ല പ്ലാൻ.
ഇത് ഈ ഇടയ്ക്കെങ്ങാനും നടക്കുമോ അതോ അവധി കിടക്കും. ഏതവധിക്ക്? അല്ല, വെക്കേഷൻ. പിന്നെ നമ്മള് ബാംഗ്ലൂരൊക്കെ പോകുമ്പോ ശിവമോക്ക് പുതിയ ഫ്രോക്ക് ഒക്കെ മേടിക്കണ്ടേ? ഫ്രോക്ക് വാങ്ങിക്കണം, അതെന്തായാലും വാങ്ങിക്കണം കേട്ടോ. ഇവരൊരു 3-4 ഷെഡിയും കൂടി വാങ്ങിച്ചു വെച്ചു. മറക്കണ്ട. ചേച്ചി, അവൾക്ക് ഇച്ചിരി സംശയമൊക്കെ തോന്നിയിട്ടുണ്ട്. സംസാരത്തിലും എല്ലാം നല്ല സംശയമുണ്ട് കേട്ടോ. മാറ്റമൊക്കെ ഒന്ന് തുടങ്ങി, നീ സൂക്ഷിച്ചോ. അമ്മ തിരക്കിലാണല്ലേ? എന്തേ? ഞാൻ സഹായിക്കണോ? അയ്യോ വേണ്ട. അമ്മ, അച്ഛൻ പറയണ സത്യമാണല്ലേ? എന്ത്? അമ്മ കള്ളിയാണല്ലേ? എന്താടി നിനക്ക് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ കുഴപ്പത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി പറയുന്നതാ. കുഴപ്പത്തിൽ നിന്ന് ചാടേ? ഞാനിപ്പോ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാനേ ഈ വീട്ടിലെ ഇളയ കുട്ടി. എന്റെ കണ്ണീര് വീട്ടിൽ വീഴാതെ നോക്കോ. ശിവക്കുട്ടി, മോൾ ഈ ഡയലോഗ് എഴുതി വെച്ചോ, നമുക്ക് സീരിയലുകാർക്ക് കൊടുക്കാം, നല്ല പൈസ കിട്ടും. അധികം വൈകാതെ ഒരു സീരിയലിന്റെ ഒരു ഭീകരരംഗം ഇവിടെ നടക്കും. നിനക്ക് എന്താ പറ്റിയേ? അമ്മ മൊബൈൽ ഫോൺ ഒന്ന് തരുമോ? എടുത്തോ. ഗെയിംസ് കളിച്ചിട്ട് തരാം. ചാർജ് ചെയ്യല്ലേട്ടാ, ചാർജ് കുറവായില്ല. കൊറേ പേര് വിളിക്കുന്നതല്ലേ, ചാർജ് ഒന്നും കാണില്ല. കാന്താരി, ഇതൊക്കെയാണ് പറയണത്.